ഈ ഒരു അലവലാതിയെ നമ്മളെല്ലാം കണ്ടതാണ്. കുറേ ആൾക്കാർ ഇവൻ്റെ ഈ ഒരു വീഡിയോ കണ്ടിട്ട് കുറേ റിയാക്ഷൻ വീഡിയോ ഒക്കെ ചെയ്ത് കുറേ ഇവനെ തെറിയൊക്കെ വിളിച്ചു, കുറേ സംഭവങ്ങളൊക്കെ ഉണ്ടായി. അതുൽ വ്ളോഗ്സ് ഇവൻ്റെ നമ്പറും കാര്യങ്ങളൊക്കെ എടുത്ത് ഇവൻ്റെ ഡീറ്റെയിൽസ് എടുത്തു, എന്നിട്ട് അത് സൈബർ പോലീസിനെ കൈമാറി എന്നും പറഞ്ഞുകൊണ്ട് പുള്ളി ഒരു കണ്ടൻറ്റൊക്കെ ഉണ്ടാക്കി. അപ്പോൾ അത് ആ സമയത്ത് എനിക്ക് ഓർമ്മ വന്ന ഇവനെയാണ്. ഈ ചെകുത്താൻ എന്ന് പറയുന്ന ഈ മഹാനായ ഒരു വ്യക്തി ഉണ്ടല്ലോ, ഇയാളെയാണ് എനിക്ക് ഓർമ്മ വന്നത്. ഇവൻ്റെ അച്ഛനും ഈ റിനോയ് ലാവിൻ്റെ അച്ഛനും ഇതിലാരാണ് സഞ്ചാരി എന്നാണ് ഞാൻ ആലോചിച്ചത്. എന്താണെങ്കിലും ആരാണ്ട് ഒരാൾ സഞ്ചരിച്ചിട്ടുണ്ട്. ഞാൻ അപരാധം പറയുകയാണ് എന്ന് നിങ്ങൾ വിചാരിക്കരുത്. ഇതുപോലത്തെ ഊളമാരുടെ കുറേ പരിപാടികളൊക്കെ കാണുമ്പോൾ പിന്നെ എങ്ങനെയാണ് സന്തോഷിക്കാതിരിക്കുക, ഒന്ന് അപരാധം പറയാണ്ടിരിക്കുക. എനിക്ക് ഭയങ്കര സന്തോഷമായി. ഈ ചെകുത്താൻ എന്ന് പറയുന്നവനെ അറസ്റ്റ് ചെയ്തു എന്ന് പറഞ്ഞ് കേട്ടത് ഭയങ്കര സന്തോഷമായി. പക്ഷേ അവനൊന്നും സംഭവിക്കാൻ പോകുന്നില്ല. അവൻ അകത്ത് പോവും, അവൻ അതുപോലെ ഇങ്ങനെ ഇറങ്ങി വരും. അവൻ പിന്നെ വേറെ ഒരു ചാനൽ ഉണ്ടാക്കിയിട്ട് അവിടുന്ന് കുറേ ഉണ്ടാക്കാൻ ശ്രമിക്കും. അതാണ് ഉണ്ടാകാൻ പോകുന്നത്. ഇവനെ ഒന്നും ഇങ്ങനെ വിടാൻ പാടില്ല. ഇവനെയൊക്കെ പിടിച്ച് പൂട്ടിയിടണം. പൂട്ടിയിടുക എന്ന് പറയുമ്പോൾ ഒരു 100 ദിവസമൊക്കെ പിടിച്ച് പൂട്ടിയിടണം. മറ്റേ മൊബൈൽ ഇത് ഒന്നും ഇല്ലാത്ത സ്ഥലത്ത് പിടിച്ച് പൂട്ടിയിടണം. ഇവനിപ്പോൾ പുല്ല് പോലെ ഇറങ്ങി വരും. വേറെ ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല. കുറേ ആൾക്കാർ പോയി ഇവനെ ജാമ്യം നിൽക്കും. പക്ഷേ അങ്ങനെ പൂട്ടിയിടുന്ന സംവിധാനം ഇന്ത്യയിലുണ്ടായിരുന്നെങ്കിൽ വേറെ കുറേ കാര്യങ്ങൾക്ക് കുറേ ആൾക്കാരെ ചുമ്മാതെ പൂട്ടിയിട്ട് അതിലൊരു പ്രശ്നം ഉണ്ടാക്കിയാനെ. അതുകൊണ്ട് ആ ഒരു സംഭവം ഇല്ല. എന്നാണെങ്കിലും സിദ്ദിഖ് സാറ് പറയുന്നത് നമുക്ക് കേൾക്കാം. പുള്ളി അമ്മ അസോസിയേഷൻ്റെ ഇതായിട്ട് പുള്ളി ഒരു ഡയലോഗ് പറഞ്ഞിട്ടുണ്ട്. അതെന്താണ്, നല്ല രസമുണ്ട്. പല രീതിയിൽ അധിക്ഷേപിച്ചുകൊണ്ട് ഒരുപാട് യൂട്യൂബർമാരെന്ന് പറയുന്ന ആളുകൾ ഒരു വ്യക്തമായ ഒരു അഡ്രസ്സോ അല്ലെങ്കിൽ വ്യക്തമായ ഒരു ചാനലോ അങ്ങനെ ഒന്നും ഇല്ലാതെ വെറും ഒരു വ്യക്തി വന്നിട്ട് ഞങ്ങളെ വ്യക്തിപരമായി അധിക്ഷേപിക്കുന്ന ഒരു പ്രവണത കഴിഞ്ഞ കുറച്ച് കാലങ്ങളായിട്ട് സിനിമയിലെ നടന്മാർ അനുഭവിക്കുന്നുണ്ട്. അപ്പോൾ ഇതിന് നമുക്ക് ആരെങ്കിലും ചോദിക്കാൻ വേണം. ഇതിന് രാജ്യത്ത് നിയമമുണ്ട്. നമ്മളതിന് ഇപ്പോഴാണ് അതിനൊരു നിയമപരമായ ഒരു നടപടി സ്വീകരിക്കണമെന്ന് പറഞ്ഞിട്ട് നമ്മൾ പോലീസിൽ പരാതി കൊടുക്കുകയും അതിപ്പോൾ ഒരാളെ ഇന്നലെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇതിനു മുമ്പ് ഒരാളെ പോലീസ് സ്റ്റേഷനിൽ വിളിച്ചു വരുത്തിയിട്ട് അയാളുടെ ഇത് എഴുതി വാങ്ങിയിട്ടുണ്ട്. വളരെ സത്യമായിട്ടുള്ള കാര്യമാണ്. എങ്ങനെയുണ്ട് സിദ്ദിഖ് സാറ് പറഞ്ഞാൽ? എങ്ങനെയുണ്ട്? സത്യമായിട്ടുള്ള കാര്യമാണ്. ഇത്രയും കാലമായിട്ട് ഇവനെയൊക്കെ വെച്ച് വാഴിച്ചാണ് തെറ്റ്. എന്ത് തോന്നിയാസവും പറയാമെന്ന് വെച്ച് ആ റിനോയ് ലവ് എന്ന് പറയുന്ന ആ ചെക്കനുണ്ടല്ലോ, ഇവനും തമ്മിൽ വലിയ വ്യത്യാസമൊന്നുമില്ല. അവന് ഇവൻ്റെ കയ്യിൽ നിന്നാണ് തോന്നുന്നു പ്രചോദനം കിട്ടിയത്, ഒരു ഐഡിയ കിട്ടിയത്. ഇവൻ വന്നിട്ട് വേട്ടാവിളിയും ചുമ്മാ അതൊക്കെ ഇരുന്ന് അല്ലാൽ അയാൾ ഒരു ബുദ്ധിയില്ലാത്ത ഒരു ഇവൻ എന്നും പറഞ്ഞുകൊണ്ട് പിന്നെ ആറാട്ടനെയും പിടിച്ച് വരട്ടിയൊക്കെ വിട്ടിട്ടുണ്ടെന്ന് തോന്നുന്നു. അതും കൂടെ പുള്ളി സിദ്ദിഖ് സാർ പറയുന്നുണ്ട്. പക്ഷേ പേരൊന്നും പറയുന്നില്ല. അതുകൊണ്ടല്ല ഇത് വളരെ നേരത്തെ വേണ്ടതായിരുന്നു. ചുമ്മാതെ കയ്യിലൊരു മൈക്കും ഫോണും ഉണ്ടെന്ന് പറഞ്ഞ് എന്ത് തോന്നിയാസവും പറയാമെന്ന് വെച്ചാൽ അതാണല്ലോ മറ്റേ സിനിമാക്കാർ പറയുന്നത്. സിനിമാക്കാർക്ക് മൊത്തം യൂട്യൂബേഴ്സിന് വിലയില്ലാത്തത് ഇമാതിരി വേട്ടവിളിയന്മാർ കാരണമാണ്.